നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ജീവിതത്തിലെ മധുരോദാത്തമായ ബാല്യം മുഴുവൻ പ്രകൃതിയിൽ ചിലവഴിച്ച ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് വ്യക്തമായൊരു സന്ദേശം നൽകുന്നുണ്ട്. അത് ഭാരതീയ ജീവിതത്തിന് പ്രകൃതിയുമായുള്ള അഭേദ്യ ബന്ധത്തിൻ്റെ ചിരപുരാതനമായ സന്ദേശമാണ്. രാജകുലത്തിൽ ജനിച്ചെങ്കിലും രാജ എന്ന വിശേഷണം ചേരാത്ത പൂർണ്ണ പുരുഷനായ ഭഗവാൻ ഗോപാലകൃഷ്ണനെന്നും ഗോകുലബാലനെന്നുമാണ് കീർത്തിപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബാലലീലകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ അദ്ദേഹം ഗോപീവല്ലഭൻ മാത്രമായിരുന്നില്ല, പ്രകൃതി വല്ലഭൻ കൂടിയായിരുന്നു എന്ന് സ്പഷ്ടമാകും. ഭഗവാന്റെ ഈ പ്രകൃതി വല്ലഭ ഭാവം പ്രകൃതിയുടെ പ്രാധാന്യത്തെയും മനുഷ്യർക്ക് പ്രകൃതിയുമൊത്തുള്ള സഹവാസത്തിൻ്റെ ആവശ്യകതയെയും കുറിച്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം പ്രകൃതി സംരക്ഷണത്തിൽ മനുഷ്യർക്കുള്ള ഉത്തരവാദിത്തത്തെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഗുരുവചനം കേൾക്കാം. സാധന ചെയ്യുന്ന ഒരുവന് ലൗകിക കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ അനാവശ്യ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനോ സമയമുണ്ടാവുകയില്ല, കഴിയുകയുമില്ല. ആരോടും പരുഷമായി സംസാരിക്കാനും മനസ്സുവരില്ല. അന്യരുടെ കുറ്റവും കുറവും കാണുകയും പറയുകയും ചെയ്യുന്നവർക്ക് സാധനയിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. ധൃതിസ്തംഭാധാരം ദൃഢഗുണനിബദ്ധാം സഗമനാം വിചിത്രാം പത്മാഢ്യാം പ്രതിദിവസസന്മാർഗഘടിതാം സ്മരാരേ മच्चेतः സ്ഫുടപടകുടീം പ്രാപ്യ വിശദാം ജയസ്വാമിൻ ശക്ത്യാ സഹ ശിവഗണൈ സേവിത വിഭോ. ധൃതിസ്തംഭാധാരം ദൃഢഗുണനിബദ്ധാം സഗമനാം വിചിത്രാം പത്മാഢ്യാം പ്രതിദിവസസന്മാർഗഘടിതാം സ്മരാരേ മच्चेतः സ്ഫുടപടകുടീം പ്രാപ്യ വിശദാം ജയസ്വാമിൻ ശക്ത്യാ സഹ ശിവഗണൈ സേവിത വിഭോ.
അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. അത്യന്തം ചപലമായ മനസ്സിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ ദൃഢമായ മനസ്സാണ് ശിവാനന്ദ ലഹരിയിലെ 21-ാം ശ്ലോകം വ്യക്തമാക്കുന്നത്. പാർവതി ദേവിയോടും സർവ്വശിവഗണങ്ങളോടും കൂടി എൻ്റെ മനസ്സാകുന്ന കൂടാരത്തിൽ വന്ന് താമസിച്ചാലും എന്നാണ് ഭക്തന്റെ പ്രാർത്ഥന. പത്മം പോലെ ശോഭനമാണ് വിസ്തൃതമായ മനസ്സ്. ശാസ്ത്രവിചാരത്തിലൂടെ, സ്വാധ്യായത്തിലൂടെയും സത്കർമ്മങ്ങളിലൂടെയും വാസനകളിലൂടെയുമൊക്കെ ദിനം തോറും സന്മാർഗത്തിൽ ചരിക്കുന്നതാണ് എൻ്റെ മനസ്സ്. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ ഈ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി ശങ്കര സ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശങ്കരകൃതികളിൽ നമ്മൾ ശിവാനന്ദ ലഹരിയിലെ 21-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. 20-ാം ശ്ലോകത്തിൽ എൻ്റെ മനസ്സാകുന്ന കുരങ്ങനെ, അത്യന്ത ചപലനായ കുരങ്ങനെ നീ കെട്ടി അധീനത്തിലാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ശിവനോട്. അവിടെ തൻ്റെ മനസ്സിൻ്റെ ദോഷങ്ങളാണ് സൂചിപ്പിച്ചത്. അത് അത്യന്ത ചപലമാണ്, മഹാമോഹാടവിയിൽ ഭ്രമിച്ചോടുന്നതാണെന്നൊക്കെ. എന്നാൽ ഇവിടെ സാധനയിലൂടെ നേടാൻ ശ്രമിക്കുന്ന ഗുണങ്ങളെ പറഞ്ഞ് അത്തരം ഗുണങ്ങളോടുകൂടി എൻ്റെ മനസ്സിൽ അങ്ങ് വന്ന് താമസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് 2 ശ്ലോകങ്ങളും അത്യന്ത വിലക്ഷണങ്ങളാണ്. ഭാവന ഒന്നാണ്, ഭാവം ഒന്നാണ്. എങ്ങനെയുള്ളതാണ് എൻ്റെ മനസ്സാകുന്ന കുടി? ധൃതിസ്തംഭാധാരാം, നല്ല ധൃതിയാകുന്ന സ്തംഭത്തോട് കൂടിയത്, അല്ലെങ്കിൽ ധൃതിയാകുന്ന സ്തംഭം ആധാരമായിട്ടുള്ള കുടിയാണ്. ദൃഢഗുണ നിബദ്ധാം, ദൃഢമായി ഗുണങ്ങളാൽ നിബദ്ധമായത്. ഗുണം കയറ്. അപ്പോൾ ദൃഢമായ നല്ല ഉറപ്പുള്ള കയറ് കൊണ്ട് കെട്ടിയതാണ്. ഇനി ഗുണങ്ങളിവിടെ സത്വരജസ് തമോ ഗുണങ്ങളാവാം, അഥവാ ഗുണം ശരീരം തന്നെയാകാം. ഗുണശബ്ദത്തിന് ഇന്ദ്രിയങ്ങളെന്നും അർത്ഥം പല സന്ദർഭങ്ങളിലും ശാസ്ത്രങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ദൃഢമായി ഗുണങ്ങളാൽ കെട്ടപ്പെട്ട, ധൃതിയാകുന്ന സ്തംഭത്തോട് കൂടിയ, ധൃതിയാകുന്ന സ്തംഭം ആധാരമായിട്ടുള്ള, ദൃഢമായി ഗുണങ്ങളാൽ കയറുകളാൽ കെട്ടപ്പെട്ട, അഥവാ ഉപാധികളാൽ കെട്ടപ്പെട്ട സഗമനാം, ഗമന സ്വഭാവത്തോടു കൂടിയ, എവിടെയും സഞ്ചരിക്കാൻ സാധിക്കുന്ന. സാധാരണ കുടിയയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കുടിയയ്ക്കുള്ളിൽ നമ്മൾ താമസിക്കണം. ആ കുടിയയുടെ സ്ഥലം മാറ്റാൻ കഴിയില്ല. പിന്നെ ആ കുടിയയിൽ നിന്ന് മാറി നമുക്ക് വേറെ കുടിയയിൽ പോവാം. കുടിയെ നീക്കി കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു മഠം, ഒരു കൊച്ചു കെട്ടിടം, ഒരു ഗൃഹം, അതൊന്നും നമുക്ക് നീക്കാൻ പറ്റില്ല. യന്ത്ര സംവിധാനങ്ങളെ കൊണ്ട് അല്പം നീക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ അതും എടുത്ത് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. എന്നാൽ ഇതല്ല. എൻ്റെ മനസ്സാകുന്ന കുടീരം സഞ്ചരിക്കാൻ പറ്റും അങ്ങേക്ക്. അങ്ങ് എവിടെ പോവുകയാണെങ്കിൽ ഇത് ഉപേക്ഷിക്കേണ്ടെന്നർത്ഥം. ഈ കുടീരം അഴിച്ചു കൊണ്ടുപോയി അങ്ങേക്ക് എവിടെ വേണമെങ്കിൽ അതിൽ താമസിക്കാം. അങ്ങനെയുള്ള എൻ്റെ മനസ്സാകുന്ന കുടീരം സഗമനാം വിചിത്രാം, ദേശകാലങ്ങൾക്കനുസരിച്ച് പല ഭാവങ്ങളോട് കൂടിയതാണ്, അഥവാ വിശേഷേണ ചിത്രണം ചെയ്യപ്പെട്ടതാണ്. ജന്മജന്മാന്തരങ്ങളിലൂടെ ചെയ്ത സൽക്കർമ്മങ്ങളുടെയും ഉപാസനയുടെയും ഒക്കെ ഫലമായിട്ട് സാധനാ സംസ്കാരം ആലേഖനം ചെയ്യപ്പെട്ടതാണ്. വിചിത്രാം, വിവിധങ്ങളായ വിശിഷ്ടങ്ങളായ ചിത്രങ്ങളോടൊത്തതാണ്. അപ്പോൾ തുണി കൊണ്ടുണ്ടാക്കിയ കുടീരം ചിത്രങ്ങളാൽ അലങ്കൃതമാണ്, വിചിത്രമാണ്. തീർച്ചയായിട്ടും ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങളുടെയും ഉപാസനകളുടെയും ഫലരൂപങ്ങളാണവ. അങ്ങനെയുള്ള പത്മാഢ്യാം, പത്മശോഭയോടുകൂടിയ, അങ്ങേയറ്റം ശോഭിക്കുന്ന, പത്മം പോലെ, താമര പോലെ ശോഭാഭാവത്തോടു കൂടിയ, തീർച്ചയായിട്ടും അങ്ങേക്ക് നിവസിക്കാൻ യോഗ്യമാണെന്ന് സൂചിപ്പിക്കുക ചെയ്യുന്നത്. എങ്ങനെയാണ് പത്മാഢ്യയായിരിക്കുന്നത്? പറയുന്നു, പ്രതിദിവസ സന്മാർഗഘടിതാം, പ്രതിദിവസം, ദിവസം ദിവസം സന്മാർഗത്തിൽ ഘടിപ്പിക്കപ്പെടുന്നതാണ്.
ശാസ്ത്രവിചാരത്തിലൂടെ, സ്വാധ്യായത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, ഉപാസനകളിലൂടെയൊക്കെ എൻ്റെ മനസ്സിനെ സന്മാർഗത്തിൽ ഞാൻ ഘടിപ്പിക്കുന്നുണ്ട്. സന്മാർഗത്തിൽ ഘടിപ്പിക്കപ്പെടുന്നതായ മനസ്സിനെ, അങ്ങനെയുള്ള സ്ഫുടപടകുടിം, സ്ഫുടമായ പടകുടി, പടം കൊണ്ട് വസ്ത്രം കൊണ്ടുണ്ടാക്കിയ കുടീരം, ഇതിനെ ഹേ സ്മരാരേ, എന്ത് കുടീരമാണിത്? മച്ചേതോ കുടി, എൻ്റെ ചേതസ്സാകുന്ന, എൻ്റെ മനസ്സാകുന്ന കുടി. ആ കുടിയെ പ്രാപിച്ചിട്ട്, എങ്ങനെയുള്ള കുടിയാണ്? വിശദമായ, വിസ്തൃതമായ, ഇടുങ്ങിയതൊന്നുമല്ല. അങ്ങേക്ക് താമസിക്കാനുള്ള വലുപ്പം ഈ കുടിയൊക്കെ ഉണ്ട്. ഇതാണ് വിലക്ഷണത എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിൻ്റെ ദോഷങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അത്യന്ത ചപലമാണ്, മോഹഗ്രസ്തമാണ് എന്നൊക്കെ. ഇവിടെയാകട്ടെ സാധനയിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ പ്രാപിച്ചിട്ടുള്ള വിശുദ്ധിയെ ചൂണ്ടിക്കാണിക്കുകയാണ്. വിശദമായ കുടിയയെ പ്രാപിച്ച്, എങ്ങനെ പ്രാപിച്ച്? ശക്തിയാസഹ, ശക്തിയോടുകൂടെ. ശിവനെ സംബന്ധിച്ച് ശക്തി ശിവയാണ്, ശിവ പാർവതി. ഇപ്പോൾ പാർവതി ദേവിയോടുകൂടെ, ശക്തിയോടുകൂടെ പ്രാപ്യ ജയിച്ചാലും വിജയിച്ചാലും. ഇപ്പോൾ വിജയിച്ചാലും എന്ന് പറയുന്നത് ഈ കുടിയയെ പ്രാപിച്ച്, കുടീരത്തെ പ്രാപിച്ച് അങ്ങ് ശോഭിച്ചാലും എന്നർത്ഥം. എങ്ങനെയാണ് വരേണ്ടത്? ഗണൈഹി സേവിത, ഗണങ്ങളാൽ സേവിതനായിട്ട്, ശിവഗണങ്ങളോട് കൂടിയിട്ട്, അങ്ങയുടെ എല്ലാ ഗണങ്ങളോടും കൂടി അങ്ങ് വന്നാലും. എന്തെല്ലാം ഭാവങ്ങളും ഏതെല്ലാം സഹചരന്മാരും അങ്ങേക്കുണ്ടോ അവരോടൊക്കെ കൂടെ അങ്ങ് വന്നാലും. അങ്ങനെ പാർവതിയോടും ശിവഗണങ്ങളോടും കൂടെ വന്ന് വസിക്കാനുള്ള വൈപുല്യം ഈ എൻ്റെ മനസ്സാകുന്ന പടകുടിക്കുണ്ട്. കാരണം അത് സാധനയിലൂടെ, വിചാരത്തിലൂടെ വിശദഭാവത്തെ നേടിയതാണ്. അങ്ങനെയുള്ള എൻ്റെ മനസ്സാകുന്ന പടകുടിയിൽ, വസ്ത്രം കൊണ്ടുണ്ടാക്കിയ കുടീരത്തിൽ വന്ന് വസിച്ചാലും ഹേ ശംഭോ, ഹേ സ്വാമിൻ, അങ്ങ് സ്വാമിയാണല്ലോ. ഇന്ദ്രിയ മനോബുദ്ധികളുടെ എല്ലാം, അഥവാ സകല ലോകങ്ങളുടെയും യജമാനാണല്ലോ. അങ്ങ് വന്ന് നിവസിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ 20-21 ശ്ലോകങ്ങൾ ഒന്നിച്ച് വായിക്കുമ്പോൾ വളരെ വലിയ വിലക്ഷണമായ ഭാവം നമുക്ക് കാണാം. കാരണം എൻ്റെ മനസ്സാകുന്ന ചപല വാനരനെയാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് ഉപാസനയിലൂടെ ശുദ്ധിയെയും ധൃതിയെയും ഒക്കെ പ്രാപിച്ച മനസ്സിൽ വന്ന് നിവസിക്കണമേ എന്നാണ്. ഒരു സാധകൻ്റെ മനസ്സിൽ എപ്പോഴാണ് ഭഗവാൻ നിവസിക്കുന്നത് എന്ന് ഇവിടെ സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുകയാണ്. നല്ലപോലെ വിചാരം ചെയ്യുക എന്ന് മാത്രം പറയുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ക്ഷേത്രങ്ങൾ, സാധനാകേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. തന്ത്രശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശാസ്ത്രം എന്താണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി തന്ത്രം എന്ന വാക്കിനെ, അതിൻ്റെ നിഷ്പത്തിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. തന്യതേ വിസ്താര്യതേ ഇതി തന്ത്രഃ എന്നാണ് സാമാന്യമായി ആചാര്യന്മാർ തന്ത്രം എന്ന് പറയുന്ന ശബ്ദത്തിന് അർത്ഥമായി പറഞ്ഞു വച്ചിട്ടുള്ളത്. തനു എന്നും ത്രായത എന്നുമുള്ള 2 വാക്കുകൾ ചേർന്നാണ് തന്ത്രം എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. തനു എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. ത്രായത എന്നാൽ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ മറികടക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തനു എന്നും ത്രായത എന്നുമുള്ള 2 പദങ്ങളെ സങ്കല്പിച്ചാൽ തനുവിനെ കൊണ്ട് ത്രാണനം ചെയ്യാൻ പറ്റുന്നത് എന്നൊരു അർത്ഥത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ തന്യതേ വിസ്താര്യതേ ഇതി തന്ത്രഃ എന്ന് പറയുന്നൊരു പദം, തനുവിനാൽ വിസ്തരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിസ്തരിക്കപ്പെടേണ്ടുന്നതായിട്ടുള്ള എന്തിനെയോ ഒന്നിനെ എന്ന അർത്ഥത്തിൽ ആ പദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തനുവിനെ കൊണ്ട് വിസ്തരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശരീരത്തെ കൊണ്ട് വിസ്തരിപ്പിക്കേണ്ടത് എന്താണ് എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം.
അതിനുള്ള ഉത്തരമാണ് യഥാർത്ഥത്തിൽ തന്ത്രശാസ്ത്രം നമുക്ക് മുന്നോട്ട് വച്ചു തരുന്ന ഒരു മാർഗവും. ജ്ഞാനാധികരണമാത്മ എന്ന ഒരു പദം ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് ജ്ഞാനത്തിൻ്റെ അധികരണമാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് 2 തരത്തിലാണ്. സദ്വിവിധ എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ അധികരണമായ ആത്മാവിനെ 2 വിധത്തിൽ പറയുന്നു. ഒന്ന് പരമാത്മാവെന്നും മറ്റൊന്ന് ജീവാത്മാവെന്നും. ഈ പരമാത്മാവ് എന്ന് പറയുന്നത് അവ്യയനാണ്, ഒരിക്കലും അവസാനിക്കാത്തത്. അവ്യയൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരിക്കലും അവസാനിക്കാത്തത് അല്ലെങ്കിൽ അന്തമില്ലാത്തത് എന്നാണ്. വിഭുവാണ്, ഒപ്പം സർവേശ്വരനാണ്. അതേപോലെ തന്നെ പരമാത്മാവ് എന്ന പദത്തിനെ പോലെ തന്നെ ജീവാത്മാവ് എന്ന് പറയുന്നത് പ്രതിശരീരം ഭിന്നമായിട്ടുള്ളതുമാണ്. ഓരോ ശരീരത്തിലും ഭിന്നമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും 2 കണ്ടുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സമീപിക്കാറുള്ളത്. എല്ലാവരിലുമുള്ളത് സർവരിലും കുടികൊള്ളുന്ന ആത്മതത്വത്തെ പരമാത്മാവെന്നും ജീവാത്മാവെന്നും എന്ന തരത്തിൽ നമ്മൾ വിഭജിക്കാറുണ്ട്. ഇത്തരത്തിൽ വിസ്തരിക്കപ്പെടുന്ന ഈ ശാസ്ത്രത്തെ യഥാർത്ഥത്തിൽ ഈ ആത്മാവിൻ്റെ അധികരണമാണ്, ജ്ഞാനത്തിൻ്റെ അധികരണമാണ് ആത്മാവ് എന്ന ഒരു ബോധ്യത്തെ, ആ ഒരു വിസ്താരത്തെ ഉണ്ടാക്കി തരുന്ന ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. ജ്ഞാനമാണ് തന്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ലക്ഷ്യം. ഈ ജ്ഞാനത്തെ നമുക്ക് എത്രത്താണ്ട് വിസ്തരിപ്പിക്കാൻ സാധിക്കുന്നുവോ അതാണ് തന്ത്രശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപായം. അറിവിൻ്റെ ചക്രവാള സീമയെ എത്ര കണ്ട് നമുക്ക് വിസ്തരിപ്പിക്കാൻ സാധിക്കും? ഈ ചക്രവാളത്തോളം വിസ്തരിപ്പിക്കാൻ സാധിക്കും. ആ ജ്ഞാനത്തിൻ്റെ ഏറ്റവും പരമമായ ജ്ഞാനത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖ, അതാണ് തന്ത്രശാസ്ത്രം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നാകാൻ തയ്യാറെടുക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു വിളിപ്പാടകലെയാണ് ആഴിമല. ആഴിയും മലയും മതിരിടുന്ന വശ്യസുന്ദരമായ ഈ പ്രദേശം ഇന്ന് പ്രസിദ്ധമാണ്. വന്യമായ ജഡയഴിച്ച് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കിവിടുന്ന പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരൻ. പ്രപഞ്ചതാളത്തിന്റെ നടനഭാവം ആവാഹിച്ച ശില്പസൗന്ദര്യം കൊണ്ട് 10,000-കണക്കിന് ആളുകളെ വിസ്മയിപ്പിക്കുന്ന ശിവരൂപം. ആഴിമലയിലെ ശിവക്ഷേത്രത്തിന് മുന്നിലെ 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വരന്റെ ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രശസ്തി നാടെങ്ങും എത്തിച്ചത്. ഭാരതത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഗംഗാധരേശ്വര ശില്പമാണ് ആഴിമലയിലേത്. കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപവും ഇതുതന്നെ. ആഴിമലയിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് ഈ ശില്പം കാണാനും കൂടിയാണ്. തണ്ടിൽ ഞാൻ മൂളുമിപ്പാട്ടിന് തുണ നിന്നൊടുക്കുമാത്രം കാറ്റിന്റെ കൈകളിൽ ഊഞ്ഞാലയാടും കടലകൾ മാമലയേ പുൽകിയുണർത്തുമീ മംഗളഭൂമിയിൽ കൈകൂപ്പി നിൽക്കുന്നിതാ ആഴിമല വാഴും ശ്രീ മഹാദേവ ആത്മീയ നയനദേവാ.
പാഴ്മുളം തണ്ടിൽ ഞാൻ പാടുമി പാട്ടിന് തുണ നിന്നൊടുക്കു മാത്രം. കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ഗംഗാധരേശ്വരന്റെ ശില്പത്തിന് താഴെ ഭാഗത്താണ് മണ്ഡപം. 3500 ചതുരശ്ര അടി വിസ്തൃതിയിൽ വാസ്തുശില്പ ഭംഗികളോടെ ശില്പാലങ്കൃതവും ഗുഹാന്തരീക്ഷവും. ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാന മണ്ഡപത്തിലേക്കുള്ള പ്രവേശനം. 27 പടികൾ കടന്ന് ഗുഹയ്ക്കുള്ളിലെത്താം. ശിവന്റെ അപൂർവമായ ശയനരൂപവും അർദ്ധനാരീശ്വര രൂപവും ഇവിടെയുണ്ട്. ശിവനെ കൂടാതെ ദേവിയും ഗണപതിയും നാഗരും യോഗീശ്വരനും ഉപദേവതകളായി ഇവിടെയുണ്ട്. ഭക്തനെ കാത്തുകൊള്ളേണമെന്നും ആഴിമല വാഴും ശ്രീ മഹാദേവ ആഗ്നേയ നയനദേവ. പാഴ്മുളം തണ്ടിൽ ഞാൻ പാടുമി പാട്ടിന് തുണ നിന്നൊടുക്കു മാത്രം. ആഴിമല ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് മഹാഭാരതവുമായി ബന്ധപ്പെട്ട കഥയാണ്. പാണ്ഡവന്മാരുടെ അജ്ഞാതവാസകാലത്തെ യാത്രയ്ക്കിടെ ഈ പ്രദേശത്ത് ജീവൽ സമാധി കാണുകയും അതിന്മേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കടൽവെള്ളം മാത്രം കിട്ടുന്ന സ്ഥലത്ത് അഭിഷേകത്തിനായി ശുദ്ധജലം ലഭ്യമായിരുന്നില്ല. തുടർന്ന് വെള്ളത്തിനായി ഭീമൻ ക്ഷേത്ര സമീപത്തെ പാറപ്പുറത്ത് കൈമുട്ടുകൊണ്ടിടിച്ചു. ഇടിയുടെ ശക്തിയിൽ പാറപ്പുറത്തുണ്ടായ വിള്ളലിലൂടെ ശുദ്ധജല പ്രവാഹമുണ്ടായി. ഈ സ്ഥലം ഇപ്പോൾ പാണ്ഡവ തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. പാഴ്മുളം തണ്ടിൽ ഞാൻ മൂളുമി പാട്ടിന് തുണ നിന്നൊടുക്കു. ശ്രീനാരായണ ഗുരുവുമായും ബന്ധപ്പെട്ട കഥകൾ ആഴിമല ക്ഷേത്രത്തിനുണ്ട്. ഒരിക്കൽ ഇവിടെ എത്തിയ ഗുരുദേവൻ ഈ പ്രദേശത്തിന്റെ ഈശ്വര ചൈതന്യവും ജീവൽ സമാധിയെക്കുറിച്ചും പ്രദേശവാസികളോട് പറഞ്ഞു. ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറയുകയും അതിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സ്ഥലത്താണ് ആഴിമല ശിവക്ഷേത്രം ഉയർന്നത്. ചട്ടമ്പി സ്വാമികളുടെ പാദസ്പർശമേറ്റ ഭൂമി കൂടിയാണ് ഈ ക്ഷേത്രസന്നിധി. ആഴിയുടെ സാന്നിധ്യവും പച്ചപ്പും ഭക്തിയും ഇവിടുത്തെ അന്തരീക്ഷത്തെ സാന്ദ്രമാക്കുന്നു. അതുകൊണ്ടാണ് ധ്യാന മനസ്സുകൾക്ക് ആഴിമല ഇഷ്ടഭൂമിയായതും. ശിവരൂപമേ ശിലാരൂപമേ ശിവരൂപമേ. പ്രകൃതിയും ഭക്തിയും സമ്മേളിക്കുന്നിടത്ത് കലയും കൂടി ചേർന്നപ്പോൾ ശാന്തതയുടെ കവാടം ആഴിമല ക്ഷേത്രത്തിലേക്ക് തുറന്നു. ഗംഗാധരേശ്വര ശില്പം കാണുകയല്ല, മറിച്ച് അതിലെ ഭക്തി തീവ്രത അനുഭവിച്ചറിയുകയാണ് ഭക്തർ. ഹിമകണമായി അറിയുന്നു നിന്നെ എന്നും